ഈശോമിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നാം തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ആഗമനകാലത്തിലെ 8-ാം ദിവസത്തിലേക്ക് കർത്താവ് ഈശോമിശിഹ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ജനനത്തിനായുള്ള ഒരുക്കത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമയമാണ്. ഈ സമയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കരുണയുടെയും സമാധാനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം യേശുക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്ന് കരുണയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം കരുണ കാണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം അനുഭവിക്കുന്ന സമാധാനം. കരുണ വെറുമൊരു വികാരമല്ല, മറിച്ച് ക്രിയാത്മകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇറ്റ്സ് എ കോൺഷ്യസ് ചോയ്സ്. ക്രിസ്തു നമ്മോട് കാണിച്ച അതേ കരുണയും ക്ഷമയും മറ്റുള്ളവരോടും കാണിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവർക്കും അത് ലഭ്യമാക്കുവാൻ, നമ്മിൽ നിന്ന് ലഭ്യമാക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഇന്നത്തെ ലോകത്തിൽ കലഹങ്ങളും വിദ്വേഷവും വർദ്ധിച്ചു വരുമ്പോൾ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന സമാധാനത്തിൻ്റെ രാജകുമാരനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അവിടുത്തെ കരുണ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനം സാധ്യമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മുടെ അയൽക്കാരോട്, കുടുംബാംഗങ്ങളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, ജോലി സ്ഥലത്തുള്ളവരോട്, എവിടെയായാലും കരുണയോടെ നമുക്ക് പെരുമാറാം. ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമയും വിട്ടുവീഴ്ചയും നമുക്ക് കാണിക്കാം. വിശുദ്ധ മദർ തെരേസ പറഞ്ഞതുപോലെ, നമ്മുടെ കൈവശമുള്ളത് നൽകുന്നതിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്നതിലാണ് യഥാർത്ഥ കരുണയിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.